അല്ല, ഈ ജാഥ ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതപൂർണമായ ഒരവസ്ഥയുണ്ട്. അത് കഴിഞ്ഞ 10 വർഷമായി അനുഭവിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷത്തിന് ശേഷം അത് ഏറ്റവും ദുസ്സഹമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അവരുടെ വികാരങ്ങളുമായി ബന്ധപ്പെട്ട് UDF അവരുടെ മനസാക്ഷിയോടാണ് ഞങ്ങൾ സംവദിക്കുന്നത്. നിങ്ങൾ അനുഭവിക്കുന്നത് ഇനി ഉണ്ടാവില്ല, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും, കൃത്യമായിട്ട് പറയുകയാണ്. ഈ ഭരണത്തിൻ്റെ കെടുകാര്യസ്ഥ ഭരിക്കാൻ അറിയാത്തതാണ് ഇവിടെ ഉണ്ടായ കുഴപ്പം മുഴുവൻ. അതുകൊണ്ട് ഒരു ലക്ഷ്യമില്ല, ഒരു പരിപാടിയില്ല, എന്ത് ചെയ്യണം, എവിടെ നിന്ന് പണം കിട്ടും എന്നത് മാത്രമായിരുന്നു ഈ ഗവൺമെൻറ്റിലെ പ്രധാനപ്പെട്ട ആളുകളുടെ ചിന്ത. മറ്റൊരു ചിന്ത അവർക്കുണ്ടായില്ല. ജനങ്ങളെക്കുറിച്ച് ഉണ്ടായിട്ടില്ല, കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല. ഇലക്ട്രിസിറ്റി ബോർഡിലെ ബൾബ് മാറ്റലല്ല വികസനം. സ്ഥായിയായി എന്ത് വികസനം കേരളത്തിന് കൊടുത്തു എന്ന് ഇടതുപക്ഷം എനിക്ക് പറയാൻ കഴിയും? കേരളത്തിൽ നിന്ന് അഭിമാനിക്കുന്ന മുഴുവൻ വികസനങ്ങളും UDFൻ്റെ കാലത്ത് കൊണ്ടുവന്നതാണ്. അതുപോലെ തന്നെ ജനങ്ങളോട്, ഈ ഭരണത്തിൻ്റെ കെടുകാര്യസ്ഥയിൽ മനം നൊന്ത് കഴിയുന്ന ജനങ്ങളോട്, നിങ്ങൾ ഞങ്ങളോടൊപ്പം നിന്നാൽ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 5 വർഷം കൊണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്ത് പൂർത്തിയാക്കും എന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ജനങ്ങളുമായി അവരുടെ ആശയത്തിൽ സംവദിക്കാനാണ് ഈ ജാഥ. മറ്റൊന്ന്, പ്രതിപക്ഷ നേതാവ് ഇന്ന് ഒരു ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കുമെന്നാണ്. അതിനപ്പുറത്തേക്ക് അവർക്ക് മതരാഷ്ട്രവാദമില്ലെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറയും. എന്താണ് അത് ലീഗിൻ്റെ? അല്ല, ജമാഅത്തെ ഇസ്ലാമി UDF ആയിട്ട് ബന്ധമില്ലല്ലോ. UDFന് പിന്തുണ പ്രഖ്യാപിച്ച് വെൽഫെയർ പാർട്ടിയാണ്. വെൽഫെയർ പാർട്ടി ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച ഒരു ജനാധിപത്യ മതേതര പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. ആ വെൽഫെയർ പാർട്ടി 35 കൊല്ലം ഇടതുപക്ഷത്തിൻ്റെ കൂടെയായിരുന്നു. ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിരുന്നു, അവരോടൊപ്പം വേദി പങ്കിട്ടിരുന്നു, അവരോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു, സഹകരിച്ചിരുന്നു. അതുപോലെ 35 കൊല്ലം അവരോട് കൂടി നിന്നപ്പോൾ ആ പാർട്ടിയുടെ കള്ളക്കളികളും ജനാധിപത്യ വിരുദ്ധ നിലപാടുകളും മതനിരപേക്ഷതയ്ക്കെതിരെ അവർ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങളും വ്യക്തമായി ബോധ്യമായതുകൊണ്ട് അവർ പിന്തുണ UDFന് നൽകാൻ തീരുമാനിച്ചു. പ്രതിപക്ഷ നേതാവ് ജമാഅത്ത് ഇസ്ലാമി തന്നെയാണ്. അല്ല, പ്രതിപക്ഷ നേതാവിന് ജമാഅത്ത് ഇസ്ലാമിയും UDF ആയിട്ടല്ലല്ലോ ബന്ധം. UDFുമായി ബന്ധമുള്ളത് വെൽഫെയർ പാർട്ടിയാണ്. ആ വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ തരാമെന്ന് പറഞ്ഞു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നിരുന്നു, ഇതിലും തരാമെന്ന് പറഞ്ഞു. പണ്ട് കാലത്ത് LDF വാങ്ങിയ ആ പിന്തുണ ഇപ്പോൾ ഞങ്ങൾ വാങ്ങുന്നു, ഞങ്ങൾക്ക് അവർ തരുന്നു. ജമാഅത്ത് ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ലെന്ന VD സതീശന്റെ പ്രതികരണം ലീഗിന് യോജിപ്പുണ്ട്? അല്ല, അത് നമ്മുടെ രാഷ്ട്രീയ ചർച്ചയിൽപ്പെട്ടതല്ലല്ലോ. നമ്മൾ യോജിപ്പുണ്ടോ? അല്ല, അതല്ല പ്രശ്നം. അതിൽ യോജിപ്പോ വിയോജിപ്പോ ഒരു പ്രശ്നമല്ല. നമ്മുടെ കാര്യം കേരള രാഷ്ട്രീയമല്ലേ, അതിലത് ബാധകമാകുന്നില്ല. അത് കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാകുന്ന ഒരു പ്രതികരണമല്ലേ VD സതീശന്റെ ഭാഗം? അല്ല, അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. മതരാഷ്ട്രവാദം ജമാഅത്ത് ഇസ്ലാമിക്ക് ഇല്ല എന്ന് തന്നെ പ്രതിപക്ഷ നേതാവ് പറയുകയാണ്. അത് ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറിൻ്റെ പ്രസ്താവനയും അദ്ദേഹത്തിൻ്റെ വീഡിയോ ക്ലിപ്പും വെച്ചിട്ടാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അതിൽ അവിശ്വസിക്കേണ്ട കാര്യം എന്താ? ലീഗിനും അതേ അഭിപ്രായം. അതിൽ അവിശ്വസിക്കേണ്ട കാര്യം എന്താ?